എല്ലാവർക്കും നമസ്കാരം. പല സ്ത്രീകൾക്കും പറയാനാവാത്ത ഒരു ബുദ്ധിമുട്ടാണ് സെക്സിന് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു മൂഡില്ല, ഡിസയർ ഇല്ല എന്നുള്ളത്. പലപ്പോഴും ഇത് അവരുടെ ഒരു പ്രശ്നമായിട്ട് കരുതിയിട്ട് അവരതിനെ ഇങ്ങനെ മൈൻഡിൽ എപ്പോഴും ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ മാനസികവും അതുപോലെ തന്നെ ശാരീരികവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ മൂലമാണ് നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാകാറുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട 7 കാരണങ്ങളെ പറ്റിയിട്ടും ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഈ കാരണങ്ങൾ എങ്ങനെ പുരുഷന്മാർക്ക് മറികടക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു 5 ടിപ്സാണ്. അതുപോലെ തന്നെ നാച്ചുറലി നമുക്ക് ഈ ലോസ് ഓഫ് ലിബിഡോ എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, പൊതുവേ ഈ സെക്സിനെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾ എപ്പോഴും ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അവർക്കിത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാനോ എന്തിനു വേണ്ട, നമുക്കിത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ചെയ്യാം എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഈ ഒരു ഇഷ്യൂസ് മൂലം തന്നെ പല കുടുംബങ്ങളിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ട് അതൊരു ഡിവോഴ്സ് എന്നുള്ള ഒരു മേഖലയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നിവയൊക്കെ എത്തുമ്പോഴാണ് നമ്മളിതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും ആലോചിക്കാറുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുന്ന സ്ത്രീകളിൽ ഇത്തരത്തിൽ സെക്ഷൽ താല്പര്യമില്ലായ്മ, അതായത് സെക്ഷലി ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് മെൻ്റൽ സ്ട്രെസ്. സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് കുറേ വർക്കിംഗ് വുമൺസ് ഉണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ ജോലി, കുട്ടികളുടെ കാര്യങ്ങൾ എന്നിവയൊക്കെ മെയിൻ പാർട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സ്ത്രീകൾ, അതായത് ഫീമെയിൽസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരുപാട് ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സുകൾ, വീട്ടിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ഇവയെല്ലാം അവരിൽ നല്ലോണം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ജോലി സംബന്ധമായിട്ടുള്ളതും വീട്ടിലെയും സ്ട്രെസ്സൊക്കെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമതായിട്ടുള്ള ഒരു റീസൺ ആണ്. മറ്റൊന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. നമുക്കറിയാം, സ്ത്രീകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസുകളാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അവയിലുണ്ടാവുന്ന ഇംബാലൻസ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ PCOD പോലെയുള്ള കണ്ടീഷൻസ്, തൈറോയിഡ് ഹോർമോൺ പോലെ ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ്, മറ്റൊന്ന് നമ്മുടെ മെനോപോസലൊക്കെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ്, പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി, അതുപോലെ തന്നെ ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭാവസ്ഥയിലുള്ള ഒരു കണ്ടീഷൻ. ഈ കാലങ്ങളിലൊക്കെ നമ്മളിലെ സ്ത്രീകളിൽ ഒരുപാട് ഹോർമോണുകൾ ഡിഫറൻസുകൾ ഉണ്ടാവാം. ഇതെല്ലാം ഈ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് സെക്സിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ എന്നുള്ള അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ചില മെഡിക്കേഷൻസ് കഴിക്കുന്ന വ്യക്തികൾ, സ്ഥിരമായിട്ട് ഡിപ്രഷനൊക്കെ മെഡിസിൻസ് കഴിക്കുക, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചില മെഡിസിൻസൊക്കെ, സൈക്കാട്രിക് ഡ്രഗ്സുകളൊക്കെ കഴിക്കുന്ന വ്യക്തികളിലും സെക്സിനോടുള്ള ഈ വിമുഖത കാണിക്കാറുണ്ട്. നാലാമതായിട്ട് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റീസണാണ് വജൈനൽ ഡ്രൈനസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവുക. ചില ആളുകളിൽ ബന്ധപ്പെടുമ്പോൾ, സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഡ്രൈനസ് മൂലവും അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള ഡിസ്പെരോണിയ എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ മൂലവും ഇത്തരത്തിൽ സെക്സിനോട് വിമുഖത കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പെയിനൊക്കെ നമുക്ക് വളരെ വേഗം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് ഒക്കെ നമുക്ക് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രീറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ്ലി മാറ്റാം എന്നുള്ളതും കൂടെ ഒരു അൺഅവെയർ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള ബോണ്ടിങ് ഇല്ലാതെ, ബന്ധത്തിലുണ്ടാവുന്ന വിള്ളലുകൾ, ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു ഇൻറ്റിമസി ഇല്ലാതിരിക്കുക, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഹസ്ബൻഡും തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നതും ഇത്തരത്തിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ്. ഉറക്കക്കുറവ് ഇതിന് മറ്റൊരു പ്രധാന റീസണാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വീട്ടിലെ ജോലി, അതുപോലെ തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുക തുടങ്ങിയൊക്കെ ഒരുപാട് ജോലി സ്ട്രെസ്സുകളൊക്കെ ഉള്ളതിനാൽ തന്നെ അവരിൽ ഇത്തരത്തിലുള്ള ഉറക്കക്കുറവ് ദീർഘകാലമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവരിലും അത്തരത്തിലുള്ള ആളുകളിലും ഇത്തരത്തിൽ ലാക്ക് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മളൊരു പ്രോപ്പർ സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പുരുഷന്മാരുടെ വൃത്തിയില്ലായ്മ എന്ന്. നമ്മുടെ OP-യിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസിൽ തന്നെ പറയുകയുണ്ടായി. ഹസ്ബൻഡും വൈഫും കൂടെ, ഹസ്ബൻഡാണ് ഈ വൈഫിനെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടാളും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഹസ്ബൻഡിനെ ഒന്ന് വെളിയിൽ നിർത്തി വൈഫുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ വൈഫ് പറയുകയുണ്ടായി, ഹസ്ബൻഡിന് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൗത്തിലുണ്ടാവുന്ന സ്മെല്ലും അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനാൽ തന്നെ അവർക്ക് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ആലോചിക്കാനേ വയ്യ എന്നുള്ളതായിരുന്നു
എന്നായിരുന്നു അവർ പറയേണ്ടത്. അപ്പോൾ എപ്പോഴും പങ്കാളിയുടെ വൃത്തി എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സ്മോക്കിംഗ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ വായയിലുണ്ടാവുന്ന സ്മെല്ല്, കാരണം ചിലപ്പോൾ നമ്മുടെ മൗത്തിലുണ്ടാവുന്ന പല ഇൻഫെക്ഷൻസ്, ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ മൂലം ചില ആളുകളിൽ മൗത്തിൽ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പം പാർട്ട്ണർക്ക് ഒരു ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പം കൃത്യമായിട്ട് പുരുഷന്മാരുടെ വൃത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുരുഷന്മാർ ബെഡ്റൂമിൽ ചെയ്യുന്ന ചില തെറ്റുകൾ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് അവർ നമ്മുടെ പാർട്ട്ണർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് പോലും ഹനിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവരൊരു ഇമോഷണൽ ബോണ്ടിങ് ആണ് കൂടുതലായിട്ട് ആഗ്രഹിക്കാറുള്ളത്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഏറ്റവും ഇമോഷണലിയാണ് സെൻസിറ്റീവായിട്ട് ഉള്ളത്. കാരണം ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാകുമ്പോഴേ എപ്പോഴും ഒരു സ്ത്രീക്ക് അവരുമായിട്ട് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് എൻജോയ് ചെയ്യാൻ സാധ്യമാവാറുള്ളൂ. അപ്പോൾ പുരുഷന്മാർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അവർ സ്ത്രീകളെ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും നമ്മൾ സെക്സ് എന്ന് തുടങ്ങുന്നത് ഒരിക്കലും ഒരു ബെഡ്റൂമിൽ വെച്ച് മാത്രമല്ല, നമ്മൾ പ്രീവിയസ്ലി തന്നെ നമ്മളൊരു ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ അവരുടെ ഒരു ടച്ചിങ്സ്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സംസാര രീതി തുടങ്ങിയവയൊക്കെ നമ്മൾ നല്ലൊരു സെക്ഷൽ ലൈഫിലേക്ക് അത് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റീസൺസാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഒരു ലാക്ക് ഓഫ് സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ താല്പര്യമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത്തരത്തിൽ നിങ്ങളുടെ ഫാമിലി പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ വൈഫിനെ മെൻ്റലി ടോൺ ചെയ്യാൻ വേണ്ടി ഹസ്ബൻഡ് ചെയ്യേണ്ട 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇമോഷണലി ബോണ്ടഡ് ആണ് എപ്പോഴും സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അവരെ ഇമോഷണൽ ബോണ്ടിങ്, അതായത് നമ്മൾ പരസ്പരം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരെ സുഖത്തിലും അതുപോലെ തന്നെ അവരുടെ വിഷമത്തിലും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിനോടായിരിക്കും എപ്പോഴും വൈഫിന് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ അവരെ ഇമോഷണൽ കെയർ ചെയ്യുക എന്നുള്ളത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർപ്ലേയുടെ ലാക്കിങ്. നമ്മുടെ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു വൈഫിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ ഫോർപ്ലേ ഒക്കെ എങ്ങനെയാണ് എന്നുള്ള. അപ്പോൾ ആ സ്ത്രീ പറയേണ്ടായി, കല്യാണം കഴിഞ്ഞിട്ട് ഡോക്ടറെ ഞാനൊരു 13 വർഷമായി, പക്ഷേ ഫോർപ്ലേ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഹസ്ബൻഡ് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ എനിക്ക് സെക്സ് എന്താണോ അല്ലെങ്കിൽ ഇതുവരെ ഞാനൊരു സെക്ഷൽ പ്ലഷർ ഇതുവരെ എനിക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കടമ എന്നുള്ള രീതിയിൽ മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഫോർപ്ലേയിലാണ് അവർ കൂടുതൽ ഇമോഷണലി ബോണ്ടിങ് ആവുക, അതുപോലെ തന്നെ അവരിലെ ലൂബ്രിക്കേഷൻസ് ഒക്കെ പ്രോപ്പർ രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ ഫോർപ്ലേ നല്ല രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. മറ്റൊരു കാര്യമാണ് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത്. സ്ത്രീകൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണ് എന്ന് പറയേണ്ടായി. അവരിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക, അതുപോലെ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. മറ്റൊന്ന് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ, അതായത് നട്ട്സുകളും വെജിറ്റബിൾസും അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റുകളൊക്കെ കഴിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പാർട്ട്ണർക്ക് വളരെയധികം ക്ഷീണവും വീക്ക്നെസ്സൊക്കെ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇന്ന് സ്ത്രീകളിൽ കാണാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് അയേണിൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി. അപ്പോൾ അത്തരത്തിൽ ഇവ റെഡ്യൂസ് ആണെങ്കിൽ അവരിൽ ഇത്തരത്തിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വൈഫ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ആണ് കഴിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റുകൾ, അതുപോലെ തന്നെ നട്ട്സുകൾ, വെജിറ്റബിൾ, ഫ്രൂട്ട്സുകൾ ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത്. മറ്റൊന്ന് അഡ്വക്കേറ്റ് സ്ലീപ്പ്, അതായത് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഡെലിവറി സമയത്തൊക്കെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവരുടെ ഫീഡിങ് ടൈം, അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ് ടൈം, അതുപോലെ അവരുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ ഒക്കെ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഒരു പ്രോപ്പർ സമയത്ത് ഒരു കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത്തരത്തിൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധ്യമാവും. പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. എങ്ങനെയാണോ വൈഫിന് ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഉണ്ടാവുന്നത് എന്ന് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ അവരുടെ അടുത്ത് പെരുമാറുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, അത് ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻസ് മാത്രമല്ല, അവരുടെ എന്താണ് അവർക്ക് പലപ്പോഴും നമ്മുടെ ഒരു ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പോൾ അവർ നന്നായിട്ട് പ്രോപ്പറായിട്ട് കേൾക്കാനും
അതിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻസ് കൊടുക്കാനൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ ബോണ്ടിങ് ഉണ്ടാവും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈഫിനെ നന്നായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ടൊരു ബോണ്ടിങ് കൊടുക്കുമ്പം തന്നെ ഇത്തരത്തിലുള്ള ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധ്യമാവും. ഇനി അവർക്ക് ഒരു പെയിനോ അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻസിൻ്റെ ഒക്കെ കുറവാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേ നമുക്കതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതുവഴി അതിൽ റിക്കവർ ചെയ്യാനും സാധ്യമാവുള്ളൂ. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ഒരു അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഈ സെക്സിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അതായത് അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിലായിരിക്കും അവർ ബെഡ്റൂമിനകത്ത് ചെയ്യുക. പലപ്പോഴും പോൺ വീഡിയോസ് അഡിക്ഷൻസ് അല്ലെങ്കിൽ പോൺ വീഡിയോ അതേപോലെയുള്ള നമ്മുടെ നായികയോ അവരുടെയൊക്കെ എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് നമ്മുടെ പാർട്ട്ണറെ പലപ്പോഴും അവർ ആ രീതിയിൽ കാണുന്നതൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന ഇഷ്യൂസുകൾ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പോൺ വീഡിയോ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു റിയാലിറ്റി അല്ല എന്ന് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് സമീപിക്കേണ്ടതാണ്. മറ്റൊന്ന് ഫോർ പ്ലേയിൽ മതിയായ രീതിയിൽ സമയം നൽകുക എന്നുള്ളത്. വേറെ പുരുഷന്മാരിലുണ്ടാവുന്ന പ്രിമച്ചർ ഇജാക്കുലേഷനും ഇത്തരത്തിൽ സ്ത്രീകളിൽ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതൊരു പ്രോപ്പർ രീതിയിൽ പാർട്ട്ണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂസ് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. സെക്സ് എന്ന് പറയുന്നത് പുരുഷൻ്റെ മാത്രം ഒരു ഘടനയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത പല സ്ത്രീകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് തിരുത്തിക്കൊണ്ട് എന്താണോ നിങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ഫീൽ ചെയ്യാറ് അല്ലെങ്കിൽ എന്ത് ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് തോന്നുക എന്നുള്ളത് പ്രോപ്പർലി ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ഫോർ പ്ലേ നല്ല രീതിയിൽ ഉണ്ടാവുക, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒരു അനദർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലൂബ്രിക്കേഷൻസ് കുറവുള്ള ഇതാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റീസൺസ് എന്താണ് എന്ന് നോക്കി നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പ്രിമച്ചർ ഇജാക്കുലേഷൻ ആണെങ്കിൽ അതുമൂലമുള്ള ഇത് ക്ലിയർ ചെയ്യാൻ, അതായത് ശീക്രസ്ഖലനാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് മെഡിസിൻസൊക്കെ അതിന് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അവയും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻറ്റിമസി ലാക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ സെക്സിന് വേണ്ടി മാത്രം വൈഫിനോട് ഉണ്ടാവുന്ന ഇൻറ്റിമസി എന്നിവയൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കതൊരു തരം ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഒരു OPയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് പറയുകയുണ്ടായി, ഡോക്ടറെ സെക്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണം മാതിരിയാണ് ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ബെഡ്റൂമിനകത്ത് മാത്രമല്ല നമുക്ക് ഇൻറ്റിമസി വേണ്ടത്, ആഫ്റ്റർ സെക്സും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ നമുക്ക് ത്രൂ ഔട്ട് നമ്മളുമായിട്ടുള്ള ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ആഫ്റ്റർ സെക്സ് കഴിഞ്ഞിട്ടും അവർ പലപ്പോഴും സ്ത്രീകൾ ആഗ്രഹിക്കുന്നതാണ് ഹഗ്ഗിങ് പോലെയുള്ളവ. അപ്പം അത് നമ്മൾ ആഫ്റ്റർ സെക്സിന് ശേഷവും നിങ്ങളുടെ ആ ബോണ്ടിങ് അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഇത്തരത്തിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ നമുക്ക് നാച്ചുറലി നമ്മുടെ ഈ ലിബിഡോ, അതായത് ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് മൂലം തന്നെ നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ കംപ്ലയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റും ഇത്തരത്തിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റീസൺസ് എന്താണ് എന്ന് നോക്കി മെഡിക്കേഷൻസ് കഴിക്കുക. പെയിൻ ആണെങ്കിൽ അതിൻ്റെയും കാരണം കണ്ടെത്തി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മറ്റൊന്ന് ഫോർ പ്ലേയുടെ ലാക്കിംഗ് ഉണ്ടെങ്കിൽ പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് ഫോർ പ്ലേ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നിങ്ങൾ സെക്സ് ആസ്വദിക്കേണ്ടതാണ്. സ്ലീപ്പ് റെഡ്യൂസ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള പാറ്റേണിൽ നമ്മളൊരു സ്ലീപ്പ് പാറ്റേൺ, അതായത് 6 to 7 hours എങ്കിലും മിനിമം നമ്മൾ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മറ്റൊന്ന് ഇമോഷണലായിട്ടുള്ള കണക്ഷൻസ്. പലപ്പോഴും സ്ത്രീകളിൽ ഒരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ലാക്ക് ഓഫ് ഇൻട്രസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വഴി തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് സൈക്കോളജിക്കലി ആയിട്ട് നമുക്ക് കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഇത്തരത്തിലുള്ള ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് മൂലമാണ്, ഹസ്ബൻഡ് അത്തരത്തിലുള്ളത് മൂലമാണ് അവരിൽ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതും നമുക്ക് ട്രീറ്റബിൾ ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ടും അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസ് മൂലമാണ്
നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. രോഗത്തിൻ്റെയും രോഗിയുടെയും ഒക്കെ കാരണങ്ങളൊക്കെ വ്യക്തമാക്കിയതിന് ശേഷം അതിനനുസരിച്ചുള്ള പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധ്യമാവും. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഹോസ്പിറ്റലിൽ വരാൻ സാധ്യമല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുത്തിട്ട് മെഡിസിൻസ് കൊറിയർ ചെയ്ത് വീട്ടിലെത്തിച്ചേരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.